ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്ത് ഗെയിമിൻ്റെ പേരിലാണെങ്കിലും ഒരാളുടെ പിന്നാലെ നടന്ന് അവരുടെ അച്ഛനെ പറയുന്നത് ശരിയാണെന്ന് എനിക്കൊരിക്കലും തോന്നുന്നില്ല. വളരെ ഫണ്ണായിട്ടാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മുടെ അപ്പാനി ശരത്ത് നമ്മുടെ അനുമോളുടെ പിന്നാലെ കൂടിയിട്ട് കരിപ്പട്ടി കച്ചവടക്കാരൻ്റെ മകളെ എന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും അതിനെ അനുമോള് ആ ഒരു സമയത്ത് വെറുതെ ഒരു തമാശയായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കതിൽ വിഷമം തോന്നേണ്ട കാര്യമില്ല. എന്നാലും അങ്ങനെ വിളിക്കുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ അത് പറയാനുള്ള കാര്യം, അനുവിൻ്റെ ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത്, അനുവിൻ്റെ അച്ഛനെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത് അനു പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ, എൻ്റെ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആദ്യമൊക്കെ ഞങ്ങൾ ഒരു ചെറിയൊരു വീട്ടിലായിരുന്നു, കുടുംബ വീട്ടിലായിരുന്നു, ഓലമേഞ്ഞ് ചാണകം മെഴുകിയ കുഞ്ഞു മുറികളുള്ള ഒരു വീട്ടിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അച്ഛന് റബ്ബർ ടാപ്പിംഗ് ആയിരുന്നു ജോലി. ഞങ്ങൾ 2 പെൺകുട്ടികളായിരുന്നു. പിന്നെ അച്ഛൻ കുറച്ച് റബ്ബർ അവർക്കും ഉണ്ടായിരുന്നു. ഒരുപാട് സ്വത്തും വകകളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ പിന്നീട് മക്കൾ വളർന്നു വന്നപ്പോൾ, ഈ 2 പെൺകുട്ടികളും വളർന്നു വന്ന സമയത്ത് അവരുടെ ലൈഫ് മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ അവരെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് ഈ ഒരു റബ്ബർ ടാപ്പിങ്ങിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിൽ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം നേരെ തമിഴ്നാട്ടിലോട്ട് വിട്ടു. അവിടെ നിന്നും കരിപ്പെട്ടികൾ കൊണ്ടുവന്ന് നാട്ടിൽ കൊണ്ടുവന്ന് ഓരോ കടകളിലേക്ക് സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ മറ്റ് കടകളിലേക്ക്, തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്ന് അടുത്തൊക്കെയുള്ള കടകളിലേക്ക് കൊടുക്കാൻ പോകുന്ന സമയത്ത് കുട്ടിയായിരുന്ന അനുമോളെയും കൂട്ടുമായിരുന്നു. പിന്നീട് ഇവർ വലുതായതിന് ശേഷം, ഈ മക്കൾ വലുതായതിന് ശേഷം അനുമോളായിട്ടാണ് അച്ഛനെ ഈ ഒരു ജോലിയിൽ നിന്നും നിർത്തിച്ചത് എന്നാണ് അനുമോൾ പറയുന്നത്. അപ്പോൾ ഷൂട്ടിംഗ് സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ പല ആളുകളും അനുമോളെ കരിപ്പെട്ടി കച്ചവടക്കാരൻ്റെ മോളെ എന്ന് തമാശയ്ക്ക് സ്നേഹത്തോടു കൂടി വിളിക്കാറുണ്ട് എന്നും അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് അനുമോൾക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ സിറ്റിയിൽ നിന്ന് പഠിക്കണം എന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു. തിരുവനന്തപുരംകാരിയാണ് അനുമോളുടെ ആഗ്രഹം പോലെ തന്നെ തിരുവനന്തപുരം സിറ്റിയിൽ തന്നെ നല്ലൊരു കോളേജിൽ തന്നെ പഠിക്കാൻ അനുമോൾക്ക് സാധിച്ചു. പക്ഷെ അനുമോളുടെ ചേച്ചിയാണെങ്കിൽ തനി നാട്ടുമ്പുറത്താണ് പഠിച്ചത്, വളർന്നത് എന്നൊക്കെയാണ് അനുമോൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തെ, അതായത് ഷൂട്ടിംഗ് സെറ്റിലൊക്കെ പലരും അനുമോളെ കരിപ്പെട്ടി കച്ചവടക്കാരൻ്റെ മോളെ എന്ന് വിളിച്ച് കളിയാക്കാറുണ്ട്, സ്നേഹം കൊണ്ടാണ്. അപ്പോൾ അത് അനുമോൾ പറഞ്ഞത് ഏറ്റെടുത്തിട്ട് നമ്മുടെ അപ്പാനി ശരത്ത് അതൊരു ഗെയിമായിട്ട് പ്രയോഗിക്കുകയാണ് ചെയ്തത്. അതായത് നമ്മുടെ അനുമോൾക്ക് സംസാരിക്കാൻ പാടില്ലല്ലോ, അതായത് ആംഗ്യ ഭാഷയിൽ മാത്രമല്ലേ മറുപടി പറയാൻ പറ്റത്തുള്ളൂ. ആ ഒരു അവസരം മുതലെടുത്ത് അപ്പാനി ശരത്ത് അനുമോളുടെ പിന്നാലെ കൂടിയിട്ട് എടി കരിപ്പെട്ടി കച്ചവടക്കാരൻ്റെ മോളെ ഇവിടേക്ക് വാടി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കാനായിട്ട് തുടങ്ങി. അപ്പോഴൊക്കെ അനുമോളൊന്നും മിണ്ടുന്നില്ല. അനുമോൾ അതിനെ ആ ഒരു രീതിയിൽ എടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞതുപോലെ ലൊക്കേഷനുകളിൽ പലരും അങ്ങനെ വിളിക്കാറുള്ളത് കൊണ്ടായിരിക്കാം. അപ്പോൾ അത് അവർ തമ്മിലുള്ള ആ ഒരു വിഷയം. അനുമോൾക്ക് അതിൽ പ്രതികരിക്കാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നീട് ഇങ്ങനെ വിളിക്കുന്നത് മാത്രമല്ല ഇതിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, അനുമോളോട് പറഞ്ഞൊരു ഡയലോഗെന്ന് വെച്ചാൽ, ഞാൻ നിൻ്റെ മുഖത്ത് കാറി തുപ്പിത്തരും എന്ന് പറഞ്ഞൊരു വർത്തമാനമുണ്ട്. ശരിക്കും അത് വളരെ മ്ലേച്ഛമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു പെണ്ണിൻ്റെ എന്നൊന്നും പറയേണ്ട, ഇവിടെ വുമൺ കാർഡ് ഇറക്കേണ്ട ആവശ്യവുമില്ല. പെണ്ണിൻ്റെ ആണെങ്കിലും ആണിൻ്റെതാണെങ്കിലും, ഇനി ഒരു മിണ്ടാപ്രാണിയുടേതാണെങ്കിലും, എന്തിന് കൂടുതൽ പറയുന്നത്, ഒരു പട്ടിയുടെ മുഖത്താണെങ്കിൽ പോലും കാറി തുപ്പുന്നത് മാന്യതയാണോ? ഒട്ടും മാന്യതയല്ല. ഒരു വസ്തുക്കളിലും നമ്മൾ കാറി തുപ്പാൻ പാടില്ല. അപ്പോൾ അനുമോളുടെ മുഖത്ത് നോക്കിയിട്ട് അപ്പാനി ശരത്ത് ഞാൻ നിൻ്റെ മുഖത്ത് കാറി തുപ്പിത്തരും എന്ന് പറയുന്നത് വെറും ചെറ്റത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇവിടെ ആരാണ് ശരി, അനുമോളാണോ അതേ അപ്പാനി ശരത്താണോ? അപ്പാനി ശരത്തിൻ്റെ ഗെയിമിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അപ്പാനിയെക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതുപോലെ തന്നെ അനുമോളുടെ ഗെയിമിനെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു എന്നൊക്കെയുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനിയും ലൈവിലെ വിശേഷങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.